ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗൃഹത്തിലേക്ക് സ്വാഗതം. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നെ റിക്വസ്റ്റ് ചെയ്തു ഒരു കേക്കിൻ്റെ റെസിപ്പി ഇടാമോ എന്ന്. അതുകൊണ്ട് ഇന്നൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് കേക്ക് തയ്യാറാക്കാനായി തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാം. അതിനാദ്യം കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക. ബട്ടർ എല്ലാ സ്ഥലത്തും ബ്രഷ് ചെയ്തിട്ടുണ്ട്. ബട്ടറിൻ്റെ സ്ഥാനത്ത് നെയ്യാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കാം. എല്ലാ സൈഡിലും മൈദ എത്തണം. മൈദ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. കേക്ക് വശത്തൊന്നും കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇനിയൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇത് അതിൻ്റെ മണ്ടയിൽ കൂടി കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഇവിടെ 1.5 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. ഇതിന് കൂടെ തന്നെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണിത്. ഇതും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ ഈ സമയത്ത് ചേർക്കുന്നത് ഒരുപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേക്ക് തയ്യാറാക്കാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം മുട്ടയൊക്കെ തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപടി യൂസ് ചെയ്യരുത്. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ അതൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചോക്ലേറ്റ് മിക്സ് റെഡിയാക്കി എടുക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ബൗളിലോട്ട് ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടെ ഇടാം. ഇത് ഓപ്ഷണലാണ്. ഇനി നല്ല ചൂടുവെള്ളം ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലംസ് ഇല്ലാതെ മിക്സ് ചെയ്ത് വെക്കാം. ചോക്ലേറ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ലംസ് ഇല്ലാതെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലംസ് ഇല്ലാതെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ചേർക്കാൻ പറഞ്ഞത്. തണുത്ത വെള്ളം ചേർത്താൽ ഇങ്ങനെ മിക്സായി കിട്ടത്തില്ല. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കേക്ക് റെഡിയാക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യാലയത്തിൻ്റെ ഉരുളിയിലാണ്. ഇതുപോലെ ഒരു സ്റ്റീൽ റിങ് എൻ്റെ ഉരുളി വെച്ചിട്ടുണ്ട്. ഇന്ത്യാലയത്തിൻ്റെ ഉരുളി ഇല്ലെങ്കിൽ സാധാ ഉരുളി ആയാലും കുഴപ്പമില്ല, ഏതും ചൂട് കെട്ടിയായ പാത്രമായാലും കുഴപ്പമില്ല. കേക്ക് ഒന്ന് മുകളിൽ തട്ടരുത്, കുറച്ച് പൊക്കമുള്ള പാത്രമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതൊരു 10 മിനിറ്റ് പ്രീഹീറ്റിന് വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് ഇതുപോലൊരു ബൗളാണ് എടുത്തേക്കുന്നത്. വി ഷേപ്ഡ് ബൗളാണ് കേക്ക് ബാറ്റർ തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. ഈ ബൗളിലേക്ക് നമുക്ക് ഒരു 170 ഗ്രാം ബട്ടറാണിത്. ഇത് 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്. അളന്നെടുത്തതിന് ശേഷം മാത്രം പൊടിക്കുക. ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടറാണ് കിട്ടുന്നതെങ്കിൽ ആ മൈദ അരിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനി ഒരു വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് അതിൻ്റെ പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറന്നു പോകും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഉപയോഗിച്ചത് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ 5 സ്പീഡിൻ്റെ ബീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 10 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് സമയം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സമയം 10 മിനിറ്റാണ്. ആദ്യത്തെ 2 മിനിറ്റ് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യണം. അതിനുശേഷം മെല്ലെ മെല്ലെ കൂട്ടി ഹൈ സ്പീഡ് വരെ
10 മിനിറ്റ് കറക്റ്റ് ബീറ്റ് ചെയ്യണം. ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നതിന് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്ത് ഈ വശത്തിരിക്കുന്നതൊക്കെ ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഒന്നിങ്ങനെ വടിച്ചിടാം. ഇപ്പോൾ നല്ല ക്രീമി പരുവമായിട്ടുണ്ട്. കറക്റ്റ് 10 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ഒരു മുട്ട ചേർക്കണം. ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. അടുത്ത മുട്ട ചേർക്കാം. ഇനി ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്യണം. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതിയാവും. ഇനി അവസാനത്തെ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. എല്ലാം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ലോ സ്പീഡിൽ. മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വാനില എസൻസ് ഒഴിക്കുന്ന സമയത്ത് ഈ പിരിഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് സാധാരണയായിട്ട് കാണുന്നതാണ്. അയ്യോ പിരിഞ്ഞു പോയി എന്നുള്ള ടെൻഷൻ വേണ്ട. ഈ സമയത്ത് നമുക്കിനി ബീറ്റർ മാറ്റി വെക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറച്ചായി ചേർത്ത് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 3 ബാച്ചായിട്ട് ചെയ്യാം. കേക്ക് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാവൂ. അതും ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാറ്റർ കട്ടിയാവുന്നതനുസരിച്ച് ഞാനിവിടെ ഒരു 85 ml പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലൂസാക്കണം, അതിന് വേണ്ടിയിട്ടാണ് പാൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ബാച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഈ ബാറ്ററിൽ നിന്നൊരു 40% നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം. ഒരു 40% ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണിത്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഒരേ അളവിലുള്ള 2 തവി എടുത്താൽ നല്ലതാണ്. പിന്നെ ഇതിനകത്തോട്ട് മുക്കിയിട്ട് പിന്നെ നമ്മൾ വാനില ബാറ്ററിലോട്ട് മുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ അതെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു തവി ചോക്ലേറ്റ് ബാറ്റർ എടുത്ത് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അടുത്തത് ഒരു തവി വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ എല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു പപ്പട കമ്പോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ഡിസൈനും കിട്ടും. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ നേരത്തെ പ്രീഹീറ്റ് വെച്ചിരിക്കുന്ന ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലോട്ട് ഇത് മാറ്റാം. ഉരുളി നല്ലപോലെ ചൂടായിട്ടുണ്ട്. കേക്കിൻ്റെ ടിൻ എടുത്ത് വെക്കാം.
തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഏകദേശം 30 മുതൽ 35 മിനിറ്റ് വരെ സമയം കൊടുക്കുക. കറക്റ്റ് എത്ര സമയം എടുത്തു എന്ന് ഞാൻ അവസാനം പറയാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്ക് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇത് വെന്തോന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്റർ പാർട്ടിലൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. ഇത് ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കേക്ക് വെന്തു എന്നാണ് അർത്ഥം. കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ കേക്കിൽ നിന്ന് ഈ കേക്ക് മാറ്റണം. എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ചൂടിലോ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ കേക്ക് ഒരുപാട് കുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. എനിക്ക് കറക്റ്റ് 34 മിനിറ്റ് സമയമെടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ കേക്കിൽ നിന്ന് മാറ്റണം. ഇതിൻ്റെ വശമൊക്കെ ഒരു കത്തി ഉപയോഗിച്ച് മെല്ലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് കേക്കാണിത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഈ രീതിയിലൊന്ന് ഈ മാർബിൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.